ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്ന കേട്ടോ. അത് നിങ്ങളെ കാണിച്ചു തരാം. അതിന് മുന്നേ ഇന്ന് വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കാണണ്ടേ, അതും കാണിച്ചു തരാം കേട്ടോ. ഇന്ന് മീൻ വാങ്ങിയിട്ടില്ല കേട്ടോ. മീനിന് ഭയങ്കര വിലയാണ്. മീൻ വിലയും മാത്രമല്ല, വലിയ മീനും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടൊന്ന് മീൻ വാങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടൊന്ന് വാങ്ങിയ സാധനങ്ങൾ കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. കുറച്ച് ബീഫ്, ഇത് കപ്പയ്ക്കുള്ള എല്ല കേട്ടോ. കപ്പ ബിരിയാണി ഉണ്ടാക്കാനുള്ള കപ്പയ്ക്കുള്ള എല്ല്. ഇത് കുറച്ച് ചിക്കൻ വാങ്ങി, ഒരു 4 ലെഗ് പീസും വാങ്ങി, കുറച്ച് ചിക്കനും വാങ്ങി. പിന്നെ ഇന്ന് വാങ്ങിയ പച്ചക്കറി കേട്ടോ. പപ്പടം, കോവയ്ക്ക, കുമ്പളങ്ങ, തക്കാളി, പടവലങ്ങ, പാവയ്ക്ക, മുള്ളങ്കി, ബീറ്റ്റൂട്ട്, വെണ്ടയ്ക്ക, ഉരുളക്കിഴങ്ങ്, നമ്മുടെ കപ്പ ബിരിയാണിക്കുള്ള കപ്പ, 2-3 ചേമ്പുണ്ട് കേട്ടോ. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചേമ്പ് 2-3 ഉണ്ട്. അതും കൂടെ ചേർത്ത് വെക്കാമെന്ന് വെച്ചു. ബീൻസ്, ക്യാരറ്റ്, നെല്ലിക്ക, നാരങ്ങ, ഇഞ്ചി. പക്ഷേ ഫ്രൂട്ട്സ് ഒന്നും കാര്യമായിട്ട് വാങ്ങിയില്ല. ഒരു ആപ്പിൾ, ഒരു പേരയ്ക്ക്, 4 പഴം. അതിവിടെ താഴെ ഒരു കടയിൽ നിന്ന് വാങ്ങിയിട്ടോ. ഇത് മുട്ട. പിന്നെ എപ്പോഴും സാധാരണ വാങ്ങുന്നല്ലേ. മല്ലിച്ചപ്പ്, കരിവേപ്പില, വെല്ലുള്ളി, ചെറിയുള്ളി, ഒരു തേങ്ങ. തേങ്ങ 2 ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഒരു തേങ്ങയെ വാങ്ങിയുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഇപ്പം നമ്മൾ വാങ്ങിയത്. ഇനിയിപ്പോൾ നമ്മൾ ഇതൊക്കെ എടുത്ത് വെക്കണം. കപ്പ ബിരിയാണി ഉണ്ടാക്കണം. ബീഫ്, ചിക്കൻ, ഇത് നമ്മുടെ കപ്പയ്ക്കുള്ള എല്ല്, ഇത് ലെഗ് പീസ് മസാല തേച്ച് വെച്ചു കേട്ടോ. ഇത് കുറച്ച് മസാല പിടിച്ചതിന് ശേഷം ഫ്രീസറിൽ എടുത്ത് വെക്കുള്ളൂ. ഇതൊക്കെ ഇപ്പം നമ്മൾ ഫ്രീസറിലേക്ക് എടുത്ത് വയ്ക്കാൻ പോകാം കേട്ടോ. പിന്നെ കപ്പ കഴുകിയെടുത്ത് ഒരു 3 ചേമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു 3 ചേമ്പും കപ്പയും, എല്ല്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില. ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് നല്ലോണം എടുക്കണം കേട്ടോ. ഞാൻ കപ്പയ്ക്കായതുകൊണ്ട് നല്ലോണം, എനിക്ക് എന്ത് വെച്ചാലും നെഞ്ചരി, അതുകൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാത്തിലും നല്ലോണം ചേർക്കും. പ്രതി ഇറച്ചി നല്ല കഴുകി വാരി എടുത്തിട്ടുണ്ട്. ഇറച്ചിക്ക് കുറച്ച് നെയ്യ് ചോർച്ച് വാങ്ങായിരുന്നു. ഈ കുക്കറിന് എനിക്ക് എടുക്കാറില്ല കേട്ടോ. ഇതുപോലെ എല്ലാത്തിനും മാത്രമേ ഈ കുക്കർ എടുക്കാറുള്ളൂ. വലിയ കുക്കറിൻ്റെ ആവശ്യം ഇങ്ങനെ വരുന്നില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി, ഇറച്ചി മസാലപ്പൊടി, കപ്പയ്ക്കും കൂടെ ചേർത്തുള്ളത് ഇടണേ. കറിവേപ്പില പിന്നെ ഞാൻ നല്ല മണ്ണ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് നല്ലോണം ചതച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 5 വിസിൽ ഒന്ന് എടുക്കട്ടെ. എന്നിട്ട് നമ്മൾ കപ്പ ഇട്ടാൽ മതി. അല്ലെങ്കിൽ കപ്പ അങ്ങ് ഒരു പഴുത്തങ്ങ് പോകും. പിന്നെ നമ്മൾ കപ്പ തിരഞ്ഞാൽ കിട്ടൂല. അതുകൊണ്ട് നമ്മളൊരു പകുതി വേവട്ടെ. കുറച്ച് ഉപ്പ്, കപ്പയ്ക്കും കൂടെ ചേർത്ത് ഉപ്പിടുന്നുണ്ട്. ഇത് നല്ല മൂന്ന് ഇതിന് കുറച്ച് വെള്ളം, ഇത് കുറച്ച് ഇത്ര വെള്ളം വെച്ചിട്ട് ഈ കപ്പയ്ക്ക് വെള്ളം ഇടണ്ട കേട്ടോ. ഇനി ഇറച്ചിൻ്റെ വെള്ളം ഇറങ്ങും. പിന്നെ ഇത് അതുകൊണ്ട് ഇനി കപ്പയ്ക്ക് വെള്ളം ഒഴിക്കണ്ട കേട്ടോ. കുക്കറിൽ വെച്ച് നമുക്കൊരു നമുക്ക് 5 വിസിൽ വന്നു. ഒരു 1000 വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 5 വിസിൽ വന്നോട്ടെ. കപ്പയെ നമുക്കൊന്ന് തിളപ്പിച്ച് ഊറ്റി കളയാം കേട്ടോ. കഴിക്കൊന്നുമില്ല, എന്നാലും ഒന്ന് തിളപ്പിച്ച് വെള്ളം ഊറ്റിയിട്ട് അതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ എനിക്കൊരു തൃപ്തിയാണ്. ഞാൻ കപ്പ എപ്പോഴും ഞാനൊന്ന് തിളപ്പിച്ച് ഊറ്റിയിട്ടേ ഞാൻ 2ാമത് വേവിക്കുള്ളൂ. അപ്പോൾ നമ്മൾ അത് വിസിൽ അതിൻ്റെ ആവി പോകുമ്പോഴത്തേക്ക് നമുക്ക് ഈ കപ്പ തിളപ്പിച്ച് ഊറ്റിയിട്ട് വരാം കേട്ടോ. അതെ, നമ്മുടെ കപ്പ നല്ലോണം തിളച്ചു കേട്ടോ. ഇത് വേഗണ്ട, നമ്മൾ തിളച്ച് ഞങ്ങൾ നമുക്കത് ഊറ്റിയെടുത്തേക്കാം. നമ്മുടെ ഇത് അതുപോലെ നല്ല മണം, അത് കൊതിയുണ്ട് കേട്ടോ. നല്ല മണം എത്തുന്നുണ്ട്. കപ്പ തിളപ്പിച്ച് ഊറ്റിയെടുക്കാം. ഒരു കപ്പ താഴെ ചേമ്പും കൂടെ നമുക്ക് മുറിച്ച് ഇതിനകത്തേക്ക് ഇടാം.
ഇത് വെച്ച് നല്ലോണം ഇളക്കി കൊടുക്കാതെ ഞാൻ പോലുള്ളതൊക്കെ കിടക്കുന്ന ഈ തടി കൊണ്ടാട്ടോ. വെള്ളം ഒഴിക്കണ്ടാട്ടോ, വെള്ളമുണ്ട്, ആവശ്യത്തിനുള്ള വെള്ളമുണ്ട്. നമുക്കൊരു 3 വിസിലും കൂടെ വന്നാൽ മതി കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്കായിരിക്കും കുറച്ച് തേങ്ങ ഒതുക്കില്ല. ചിലർ തേങ്ങ വറുത്തരച്ച് വെക്കും കേട്ടോ. ഞാൻ തേങ്ങ ഒതുക്കിയിടുക ചെയ്യുക. എന്നിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്തുകൊണ്ട് ഞാനൊരു 2 കുഞ്ഞുള്ളിയും കൂടെ ഇട്ട് ഒന്ന് അങ്ങോട്ട് ഒതുക്കി. തേങ്ങ ഒതുക്കിയിട്ടതിട്ട് നമ്മുടെ കപ്പ നല്ലോണം ഇളക്കി കുഴച്ച് എടുക്കാം കേട്ടോ. വെള്ളമൊക്കെ പാകത്തിനാണ്. ടെസ്റ്ററേ എന്നൊന്ന് ഉപ്പ് നോക്കിക്കോ ടെസ്റ്ററേ. എൻ്റെ ടെസ്റ്റർ വെക്കാം കേട്ടോ. ഉപ്പ് നോക്കാം. എൻ്റെ ടെസ്റ്റർ ഓക്കെ പറഞ്ഞാൽ ഓക്കെയാണ്. ഓക്കെയാണോ? എല്ലാം ഉപ്പ് മസാല എല്ലാം ഓക്കെ അല്ലേ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതിനെന്താ ഒന്നും കൂടെ ഉടച്ചാൽ മതി. ഒരുപാട് അങ്ങോട്ട് ഉടച്ചാൽ കപ്പ കടിക്കാൻ കിട്ടൂല. കപ്പയും ചെറുത് ഒന്ന് ചിടക്കി കടിക്കണ്ടേ? ഒരു കപ്പ ബിരിയാണിക്ക് എത്ര വലിയ പ്ലേറ്റ്? അതെന്താ അതിന് പ്ലേറ്റ് കഴിച്ചിട്ടുണ്ടോ? കപ്പ ബിരിയാണി കഴിച്ചാൽ മതി. നന്നായിട്ട്